Hi friends, എല്ലാവർക്കും ഫോട്ടോ ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സേവ് ദ ഡേറ്റ് ഡിസൈൻ പോസ്റ്റർ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു രണ്ട് മെത്തേഡാണ്. സാധാരണ എല്ലാവരും ചോദിക്കുന്നത് ഈ ഫോണ്ട് സ്റ്റൈല് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്, എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിത് രണ്ട് മെത്തേഡിൽ പറഞ്ഞു തരാം. ഒന്ന് ഫോണ്ട് ഇൻസ്റ്റലേഷനാണ്, ഒന്ന് നമ്മൾ ഇമേജ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കും. അവിടെ സേവ് ദ ഡേറ്റ് ലോഗോ എന്ന് ടൈപ്പ് ചെയ്യുക. സേവ് ദ ഡേറ്റ് ലോഗോ. ഓക്കെ, ഇത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ തൊട്ട് താഴെ ഇമേജ് ഫോർ സേവ് ദ ഡേറ്റ് കാണിക്കും. നമ്മൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജസ് ആയിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു ഇഷ്ടപ്പെട്ട് ഇമേജിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. കൂടുതലും വാട്ടർമാർക്ക് ഉണ്ടാവും, ഇല്ലാത്തത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. വാട്ടർമാർക്ക് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. തൽക്കാലം നമുക്ക് ഈ ഒരു ഇമേജിനെ ഓപ്പൺ ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, സേവ് ഇമേജ് ആസ് ചെയ്യാം. ഓക്കെ, സേവ് അടിച്ചു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ചെയ്ത ഇമേജിനെ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്തു. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിതിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് അതിനെ വലുതാക്കുക. കൺട്രോൾ ടി അടിച്ചു അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പുതിയ വേർഷൻസിലാണെങ്കിൽ ഷിഫ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് വൈറ്റ് മാസ്ക് ആണ് ഇവിടെ കാണുന്നത്. സാധാരണ നമ്മൾ മാജിക് ബാൻഡ് ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് എറേസ് ചെയ്യലാണ് സാധാരണ ചെയ്യാറുള്ളത്. നമുക്ക് ഇവിടെ വേണ്ടതൊന്നുമില്ല, വൈറ്റ് ആണ് മാസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലെൻഡിങ് മോഡ്സ് ഉണ്ട്. ഇവിടെ ലെയറിൽ വരുന്ന ബ്ലെൻഡിങ് മോഡിൽ ഇപ്പോൾ നോർമലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നോർമലിലെടുത്ത് അതിന് നമ്മൾ മൾട്ടിപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജിൽ കാണാൻ സാധിക്കും മൾട്ടിപ്ലൈ കൊടുത്ത സമയത്ത് വൈറ്റ് മാസ്ക് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ആവശ്യമുള്ള ലെറ്റർ മാത്രമാണ് ഇവിടെ ഉള്ളത്, ബ്ലാക്കിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇമേജ് വെച്ചിട്ട് നമ്മൾ സേവ് ദ ഡേറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ സാധിക്കുന്നത്. ഇനി നമുക്ക് ലെറ്റർ വൈറ്റ് ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കൺട്രോൾ ഐ പ്രസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റായി മാറി. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈക്ക് പകരം നമുക്ക് ബ്ലാക്ക് ആണ് മാസ്ക് ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈക്ക് പകരം നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യും. നമുക്ക് ഫോണ്ട് വൈറ്റിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ലോഗോ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയാനുള്ളത്. ഓക്കെ, ഇതിൽ തന്നെ ഒരു കേവ്സിൻ്റെ വേറൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മൾ കേവ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലാക്കിൻ്റെ വരുന്ന ഭാഗം കുറച്ചുകൂടി നല്ലോണം കൊടുക്കുമെന്ന് മാക്സിമം ആഡ് ചെയ്യാം. അതുപോലെ വൈറ്റിനെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർമാർക്കൊക്കെ അതിൻ്റെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടെ വൈറ്റിനെ എടുത്ത് കാണിക്കുകയും ബ്ലാക്കിനെയും കുറച്ച് ഡീപ്പ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല, പൂർണ്ണമായും ബ്ലാക്ക് മാസ്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ വീണ്ടും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അവിടെ ടോപ്പിൽ 1001 ഫോൺസ് എന്ന് ടൈപ്പ് ചെയ്യുക, FONTS ഫോൺസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ആ വെബ്സൈറ്റിൻ്റെ പേര് കാണാം, www.1001fonts.com ഉണ്ടാവും. നമ്മളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. യുവർ ടെക്സ്റ്റ് ഹിയർ, അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് സേവ് ദ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യും. ഇതെന്താണെന്ന് വെച്ചാൽ താഴെയുള്ള ഫോണ്ടിൻ്റെ പ്രിവ്യൂസ് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ തന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിനെ ഏതാണ് വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് എൻ്റർ ചെയ്യുക. നമുക്കിവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സേവ് ദ ഡേറ്റിനെ കുറച്ച് സ്റ്റൈലുകളോടെ ഫോൺസോട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഫോൺസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പേജസുകളിൽ ഒരുപാട് പേജ് ഉണ്ട്. രണ്ടാമത്തെ പേജിലോട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ഓക്കെ,
ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. സേവ് ദ റേറ്റ് എന്നുള്ള ഈ ഒരു ഫോണ്ട് റൈറ്റ് സൈഡിലായിട്ടുണ്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും. നമ്മൾ അതിന് അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡിന്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ താഴെ ഡൗൺലോഡ് ആവുന്ന കാണാൻ സാധിക്കും. ഇത് സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആവുന്നത്. വിൻറാർ ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി സിസ്റ്റത്തിൽ. അതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡ്രീം ക്രിസ്മസ് .otif എന്നുള്ള ഡ്രീം ക്രിസ്മസ് അതിന് നോട്ട് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ഓക്കെ, അത് സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് വന്നു. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ലെറ്റർ യൂസ് ചെയ്യുന്നു. ഫോണ്ടാണത്. അപ്പോൾ സേവ് റേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് സൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഫോണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കുന്നു. സ്റ്റൈലിലൂടെ നമുക്ക് വന്നു. ഓക്കെ, ആ ഫോണ്ട് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇപ്പോഴും. ഇങ്ങനെയാണ് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സ്റ്റൈലിലുള്ള ഫോണ്ടുകളും നമുക്ക് ഈ സൈറ്റ് പോയാൽ ലഭിക്കും. നമുക്ക് സാമ്പിൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ടെക്സ്റ്റ് ഹിയർ എന്നുള്ളിടത്ത് എന്താണോ നിങ്ങൾക്ക് വേണ്ട സ്റ്റൈൽ അവിടെ ആവശ്യമുള്ള ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ സ്റ്റൈലിലുള്ള ഫോണ്ടുകൾ കാണിച്ചു തരും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്നുള്ളത്, ചെയ്തിട്ട് ഫോണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ അത്യാവശ്യമുള്ള ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഉണ്ടാവും. അത് കാണാതിരിക്കേണ്ട. ആവശ്യമുള്ള കാര്യങ്ങൾ അതിലുണ്ടാകും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു വെരി മച്ച്.